മടങ്ങി വരുമ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർച്ചയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിൻ്റെ ഇടപെടലുകളും കള്ള പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്ന് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളും അടക്കം ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിന് തുടർച്ചയായി ഈ അനസിന് പങ്കാളിത്തമുള്ള വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി സിനിമാ താരങ്ങൾ പങ്കെടുത്തിരുന്നു. ആ സിനിമാ താരങ്ങളിൽ പ്രമുഖനാണ് സിനിമാ നടൻ വിനയ് ഫോർട്ട്. ഈ വിഷയത്തിൽ വിനയ് ഫോർട്ടുമായി ഞങ്ങൾ സംസാരിച്ചു. നടൻ വിനയ് ഫോർട്ട് ന്യൂസ് 18നോട് പറഞ്ഞത് പെരുമ്പാവൂർ അനസിനെ തനിക്ക് അറിയില്ല, തനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ജാഗ്രത കുറവുണ്ടായി, ആ സ്ഥാപനത്തെക്കുറിച്ചും ഉടമയെക്കുറിച്ചും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടായിരുന്നു. ദുബായിലെ ലീഗൽ ഫേമിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാണ് തന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത്. ദുബായിലെ പല പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുമാണ് വിനയ് ഫോർട്ട് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. തനിക്കിതിൽ പങ്കാളിത്തമില്ല, തനിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെ വിനയ് ഫോർട്ട് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എനിക്കൊരു ബന്ധമില്ലോട്ടോ. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നു വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്ന ഇങ്ങനത്തെ വിഷയങ്ങള്. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചും കൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസില ഞാൻ പോയത്. ലീഗൽ ഫേം സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് നല്ല തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ്. പിന്നെ അതിന്റെ ഞാൻ ഇതിന്റെ വേറെ വോട്ട്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിനെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല. എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫേം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തില് മലയാളികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്ന് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. യെസ്, വിനയ് ഫോർട്ടിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ടോം കുര്യാക്കോസ് വിനയ് ഫോർട്ടുമായി സംസാരിച്ചതാണ്. ടോം തന്നെ നമുക്കൊപ്പം ചേരുന്നു. ടോം, വിനയ് ഫോർട്ട് തനിക്ക് വലിയ വീഴ്ച പറ്റിയെന്ന കാര്യം അംഗീകരിക്കുകയാണ്. ഈ ന്യൂസ് 18 നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടു, അതിന്റെ ഒരു ഗൗരവം, ഒപ്പം ഈ ആരാണ് പെരുമ്പാവൂർ അനസ് എന്ന കാര്യമൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു അല്ലെ? സജിത്ത്, അങ്ങനെ തന്നെ കാണണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അന്വേഷിച്ചത്. കാരണം ഈ പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ പുതിയ ബിസിനസ് സ്ഥാപനം നാസ്കോ ലീഗൽ എന്ന ഒരു ദുബായിൽ നിയമസഹായങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ, അതായത് മലയാളത്തിലെ പല പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങളും പങ്കെടുത്തിരുന്നത്. ശ്വേത മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ പങ്കെടുത്തിരുന്നു. മറ്റു ചില സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തുള്ള പ്രമുഖരടക്കം പങ്കെടുത്തതാണ്. ഈ പെരുമ്പാവൂർ അനസിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് വിനയ് ഫോർട്ടിനോട് നമ്മൾ വിശദീകരണം ചോദിച്ചപ്പോഴാണ് വിനയ് ഫോർട്ട് പെരുമ്പാവൂർ അനസിനെ തനിക്ക് യാതൊരു മുൻപരിചയവുമില്ല, അറിയില്ല, പെരുമ്പാവൂർ അനസിന്റെ പശ്ചാത്തലം അറിയില്ല എന്ന് വ്യക്തമാക്കിയത്. അതായത് ഒരു ലീഗൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് എന്ന് പറഞ്ഞ്, അതായത് മലയാളികൾക്ക് വലിയ സഹായങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്, നിയമസഹായങ്ങൾ നൽകുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അത് മറ്റ് മുൻപരിചയം ഒന്നും പെരുമ്പാവൂർ അനസിനെ കുറിച്ച് തനിക്കില്ല, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് യാതൊരു സൗഹൃദവുമില്ല എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തൊരു ജാഗ്രത കുറവായി ഉണ്ടായി എന്ന് വിനയ് ഫോർട്ട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഏതൊരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും പോകുമ്പോഴും
ആ സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പശ്ചാത്തലം താനൊന്ന് പരിശോധിക്കണമായിരുന്നു. ആ ഒരു വീഴ്ച തനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം ശ്വേതാ മേനോൻ അതോടൊപ്പം മറ്റ് സിനിമാ താരങ്ങൾക്കൊക്കെ സംഭവിച്ചതും. ഈ പെരുമ്പാവൂർ അനസ് എന്ന വ്യക്തിയെ കുറിച്ച് അറിയില്ല. പെരുമ്പാവൂർ അനസും അതോടൊപ്പം കോഴിക്കോട് സ്വദേശിയുമായിട്ടുള്ള ഒരു വ്യക്തി, ഒരു പ്രവാസി വ്യവസായി, ഈ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം ദുബായിൽ ആരംഭിച്ചത്. ആ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കാം ഇവർ പലരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ ഈ പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഗുണ്ടാ തലവന്റെ ഒരു പുതിയ സ്ഥാപനത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇവർ പങ്കെടുത്തതോടുകൂടി ഇവരും ഈ സിനിമാ താരങ്ങളും ഗുണ്ടാ സംഘം തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം നേരത്തെ ഔറംഗസേബ് പറഞ്ഞതാണ് ഷിയാസ് കരീമിനെ പോലുള്ള ഒരു പ്രമുഖ നടനും പെരുമ്പാവൂർ അനസും തമ്മിൽ ബന്ധമുണ്ട്, മറ്റു പല കാര്യങ്ങളും അവരുടെ മറ്റ് ഇടപാടുകളൊക്കെ പരിശോധിക്കണം, അന്വേഷിക്കണം എന്ന് ഔറംഗസേബ് തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖം നൽകിയപ്പോൾ ഷിയാസ് കരീം ഈ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. പെരുമ്പാവൂർ അനസിനെ തനിക്ക് അറിയില്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഒരു പെരുമ്പാവൂരുകാരനായ ഷിയാസ് കരീമും പെരുമ്പാവൂർ സ്വദേശിയാണ്, പെരുമ്പാവൂർ അനസും പെരുമ്പാവൂർ സ്വദേശിയാണ്. ആ ഒരു സ്വന്തം നാട്ടുകാരെന്ന രീതിയിലുള്ള വിജയം മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. പക്ഷേ അതല്ല, അതിനപ്പുറം ഈ ഷിയാസ് കരീമും പെരുമ്പാവൂരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. എന്തായാലും വിനയ് ഫോർട്ട് എന്ന നടനെ സംബന്ധിച്ച് ഇക്കാര്യം അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം പെരുമ്പാവൂർ അനസിനെ തനിക്ക് മുൻ പരിചയമില്ലെന്നാണ്. ഒരുപക്ഷെ ടോം, ഇതടക്കം ആ പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്, ശ്വേതാ മേനോനുണ്ട്, മാളവിക മേനോൻ, അങ്ങനെ മറ്റ് പ്രമുഖരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ ഒരു നിലപാടിലേക്കാണോ? നമുക്കൊക്കെ അവരെയും കൂടെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ നമ്മൾ? തീർച്ചയായും സജിത്ത്, കാരണം നമ്മൾ 2-3 ദിവസമായി പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, അദ്ദേഹത്തിന്റെ അയാളുടെ സിനിമാ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഔറംഗസേബ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. മാത്രമല്ല, പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്ന് വ്യാജ പാസ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് ഇത് തെളിയിക്കുന്ന രേഖകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ സിനിമാ താരങ്ങളും പെരുമ്പാവൂർ അനസ് തമ്മിലുള്ള ബന്ധം, അതായത് പെരുമ്പാവൂർ അനസിന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാസ് കരീമിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഷിയാസ് കരീം പ്രതികരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുടെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞ കാര്യം, ശ്വേതാ മേനോന് ഷിയാസ് കരീമിനെ മുൻ പരിചയമില്ലായിരുന്നു, യാതൊരു വിധത്തിലുള്ള മുൻപരിചയവുമില്ല. ദുബായിൽ ചെന്നപ്പോൾ ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട്, അത് പണം, അതായത് സാധാരണഗതിയിൽ സിനിമാ താരങ്ങളെ സംബന്ധിച്ച് പണം ലഭിച്ച് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വലിയ തുക വാങ്ങാറുണ്ട് അവർ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പണം വാങ്ങി, പ്രതിഫലം വാങ്ങി മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അതിനപ്പുറം ഒരു വ്യക്തിബന്ധമില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടുകൂടി ഇവരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇവരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തുമോ എന്ന ഭയമുണ്ട്. കാരണം നേരത്തെ ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സംഘം കേരളത്തിലേക്ക് അവർ വഴി, അതായത് സിനിമാ താരങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് വരെ നടക്കുന്നുണ്ടെന്ന ആരോപണമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് പോയത് സ്വർണ്ണക്കടത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസേബ് വെളിപ്പെടുത്തുന്നുമുണ്ട്. സ്വാഭാവികമായും സിനിമാ താരങ്ങളുടെ മറ്റ് ബന്ധങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. പക്ഷേ ഈ പെരുമ്പാവൂർ അനസിന്റെ ഈ ചടങ്ങിൽ, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിൽ ഒരുപക്ഷെ ഇവർക്ക് മറ്ററിവുകളില്ലായിരിക്കാം, പെരുമ്പാവൂർ അനസിന് മുൻപരിചയമില്ലായിരിക്കാം. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതോടുകൂടി അല്പം കൂടി ജാഗ്രത പുലർത്തണം എന്നൊരു സ്വയം തോന്നൽ ഇവർക്കുണ്ടായി കാണണം. ടോം ഒന്ന് തുടരുക. വിനയ് ഫോർട്ടിന്റെ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. തനിക്ക് ജാഗ്രത കുറവുണ്ടായി, പിഴവ് പറ്റി, പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഇക്കാര്യത്തിൽ നടൻ വിനയ് ഫോർട്ട് വിശദീകരിക്കുന്നത്. ഒരു ലോ ഫേമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്ന പേരിലാണ് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ തനിക്ക് തട്ടുപറ്റി, അബദ്ധം പറ്റി എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നൊന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്ന ഇങ്ങനത്തെ വിഷയങ്ങള്. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചും കൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ, ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസില ഞാൻ പോയത്. ലീഗൽ ഫേമിന് സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ
അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ ഇതിന്റെ വേറെ വോട്ട്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല, എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫേം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തിൽ മലയാളികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്ന് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. ഒരിക്കലും ഇല്ല. യെസ്, അതാണ് വിനയ് ഫോർട്ടിന്റെ വാക്കുകൾ. എന്തായാലും വിനയ് ഫോർട്ട് തനിക്ക് വീഴ്ച പറ്റി, ജാഗ്രത കുറവ് പറ്റി എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുകയാണ്. അനസിനെ പരിചയമില്ല. ഇതടക്കം ശ്വേതാ മേനോൻ അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തുന്നു. അവരുടെ ദൃശ്യങ്ങളൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ സിനിമാ താരങ്ങൾ കൂടി ഈ കേസിൽ കുടുങ്ങുമോ അല്ലെങ്കിൽ അവർ ആരോപണ വിധേയരാകുമോ എന്ന ഒരു ആശങ്ക അവർക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അവരും ഇനി വരും ദിവസങ്ങളിൽ വിശദീകരണം നൽകുന്നു. ഈ വാർത്തയുടെ തന്നെ ഒരു